പണ്ട് വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ഐറ്റമായിരുന്നു ഡ്രോൺ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാര്യങ്ങൾ. കുറേ പേരുടെ കയ്യിൽ ഈ സാധനമുണ്ട്. അപ്പം ഇതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം? നമ്മളൊരു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ് ഈ ഡ്രോണും ഫ്ലൈ ചെയ്യാൻ പഠിപ്പിക്കുന്നത്, അതായത് പഠിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് DJIൻ്റെ മിനി 3 Pro ആണ്. മിനി 3 Proൻ്റെ ഒരു ഫ്ലൈ മോർ കിറ്റാണ് നമ്മൾ മേടിച്ചത്. ഇതിനകത്ത് ഇതാ ഇത്രയും സാധനങ്ങളുണ്ട്. ഒരു ബാഗ്, 2 എക്സ്ട്രാ ബാറ്ററി, അതിനെ ചാർജ് ചെയ്യുന്ന സെറ്റപ്പ്, പിന്നെ ഇത്ര ആക്സസറീസ്. ഇത്രയും സംഭവം നമുക്ക് ഈ ഫ്ലൈ മോർ കിറ്റിൻ്റെ കൂടെ കിട്ടി. ഇപ്പം മാർക്കറ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും പോപ്പുലറും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രോണിൻ്റെ ബ്രാൻഡ് അത് DJI ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ DJIൻ്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് DJIൻ്റെ ഡ്രോൺ മേടിക്കണമെങ്കിൽ ഒരുപാട് കടകളുണ്ട്, ബട്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന ആ ഒരു പൈസേനേക്കാളും കൂടുതൽ കൊടുക്കേണ്ടി വരും ഇന്ത്യയിൽ നിന്ന് എടുക്കുമ്പോൾ. ഇതാണ് ആ ബാഗ്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബാഗാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രോണും അതിൻ്റെ RC ബാറ്ററിയൊക്കെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡ്രോണ്, ഇത് RC, പിന്നെ ബാറ്ററി. ഓരോ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ കിറ്റിലുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഡ്രോൺ. DJIൻ്റെ മിനി 3 Pro. ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ. ഇതിലാണ് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുക. പിന്നെ ഇത് ബാറ്ററീൻ്റെ ഒരു കേസ്. ഇതിനകത്ത് നമുക്ക് ബാറ്ററി ഇട്ടിട്ട് ചാർജ് ചെയ്യാം. ഏതാണോ ബാറ്ററി കുറവ് നമുക്കപ്പോൾ മാറ്റി വേറെ ഇട്ടിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്യാം. 249 ഗ്രാമുള്ള ഏറ്റവും ചെറിയൊരു ഡ്രോണാണിത്. പക്ഷേ ഇതിന് നല്ല അടിപൊളി പിക്ചർ ക്വാളിറ്റിയാണ് ഈ ഒരു ഡ്രോണിൻ്റേത്. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവറുണ്ട് ഇവിടെ. അത് തുറക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ഗിംബലിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഡ്രോൺ ഉണ്ടാവുക. അതിനെ തിരിച്ച് പിടിച്ച് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് പോരും. കണ്ടോ? പിന്നെ ഈ ഡ്രോണ് തുറക്കുന്നത് എങ്ങനെയാണ്? ഡ്രോണ് നമ്മൾ DJI എഴുതിയ ഭാഗം അങ്ങനെ കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് പിന്നെ മുകളിലുള്ള 2 എണ്ണം 2 സൈഡിലേക്ക്. ഇത് ഓരോ ഡ്രോണിനും വേറെ വേറെ ആയിരിക്കും കേട്ടോ. ഇത് മിനി 3 Proൻ്റെ ആണ് ഇങ്ങനെ. പിന്നെ അടിയിലുള്ളത് 2ഉം ഇതാ ഇങ്ങനെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രോണിൻ്റെ വലിപ്പം വരുന്നത്. ബാറ്ററി ഇടുന്നൊരു ഭാഗമാണ് ഇവിടം. ഉണ്ടോ? ഈ ബാറ്ററീൻ്റെ ഇവിടെ ഞെക്കാനുള്ള സംഭവങ്ങളുണ്ട്. അത് നമ്മളിങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി പോരും. കണ്ടില്ലേ? ഇതുണ്ടോ? ഇതിനകത്താണ് നമ്മൾ എന്നിട്ടിട്ട് ബാറ്ററി ഇട്ടിട്ട് ചാർജ് ചെയ്യുന്നത്. ഇതിനകത്തിട്ട് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡ്രോണിലോട്ട് കൊടുത്താലും ചാർജ് ആവും. എത്ര ബാറ്ററി ഉണ്ടെന്ന് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും എത്ര ബാറ്ററി ബാക്കി ഉണ്ടെന്ന്. അപ്പം ഈ ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. ഈ ബാറ്ററി ഇടുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഡ്രോൺ നമ്മളിങ്ങനെ പിടിക്കുക, ബാറ്ററി എടുക്കുക, ഈ എഴുത്തുള്ള ഭാഗം ഡ്രോണിൻ്റെ അടിയിൽ പോകണം. കണ്ടോ? ഒരു സൗണ്ട് കേൾക്കും, ടക്കെന്ന്. ഡ്രോൺ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ക്യാമറ കാണാം. ക്യാമറ, അതിൻ്റെ ഗിംബൽ. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്നത് ക്യാമറ അല്ല കേട്ടോ, അത് സെൻസറാണ്. ഇതും ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതൊക്കെ സെൻസറാണ്. അത് രണ്ടും സെൻസറാണ്. പിന്നെ ഇതിൻ്റെ അടിയിലുണ്ടാവും 2 സെൻസർ. പിന്നെ ബാക്കോട്ട് വരുമ്പം സെൻസ് ചെയ്യാൻ വേണ്ടി ഇതാ ഇവിടെയുണ്ട്. ഈ ഒരു ഡ്രോണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് സൈഡിൽ സെൻസിങ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഡ്രോൺ ഇങ്ങനെ പറത്തിയിട്ട് ഈ ഭാഗത്തേക്ക്, അതായത് ലെഫ്റ്റ് റൈറ്റ് പോകുമ്പം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം സെൻസർ ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും മരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി തട്ടും. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഡ്രോണിൻ്റെ ഒരു സെറ്റപ്പ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോണ് റെഡിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ ബട്ടണുണ്ട് കണ്ടോ, അതിൻ്റെ മുകളിൽ. അത് ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ കത്തും. നമ്മൾ ഡ്രോൺ ഓണാക്കാൻ വേണ്ടി ഒന്ന് ഞെക്കുക, രണ്ടാമത് ലോങ് പ്രസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ RC, റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം. ഇതിലാണ് നമ്മൾ
ഡ്രോൺ എങ്ങോട്ട് പോകണം, ഇതിലേ പോകണം എന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ കണ്ടോ ജോയ്സ്റ്റിക്ക് ഉണ്ട്. അത് നമ്മൾ ഇവിടുന്ന് ഊരിയെടുക്കണം. ഈ സാധനം ശ്രദ്ധിക്കണം, ഇത് ചാടിപ്പോയി കഴിഞ്ഞാൽ അത് കിട്ടാൻ കുറച്ച് പണിയാണ്. ഈ സാധനം കണ്ടോ, ഇത് അതവിടെ നിന്ന് ഊരിയെടുത്തിട്ട് നമ്മളിവിടെ കണ്ടോ അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. RCയിൽ മെയിനായിട്ട് വരുന്നത് ജോയ്സ്റ്റിക്കാണ്, കൺട്രോൾ ചെയ്യുന്ന ഡ്രോൺ കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പവർ, പിന്നെ ജോയ്സ്റ്റിക്ക്, പിന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യാനൊരു ഡെഡിക്കേറ്റഡ് ബട്ടണുണ്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ബട്ടണുണ്ട്. പിന്നെ ഇത് നമ്മൾ ഗിംബൽ കൺട്രോൾ ചെയ്യുന്നത്, അതായത് ഇത് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഈ ഗിംബലില്ലേ, ഈ ക്യാമറ ഇങ്ങനെ താഴുകയും അല്ലെങ്കിൽ മുകളിലോട്ടാവുകയും ചെയ്യും. അത് നമുക്ക് ഈ നോബ് ഇങ്ങനെ ഇവിടെ കണ്ടോ, ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡ്രോൺ പറത്തുമ്പോൾ നമുക്ക് ശരിക്കും നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ സൂം ചെയ്യാൻ വേണ്ടി, സെയിം സംഭവം തിരിക്കുക, സൂം ചെയ്യും, ഇങ്ങോട്ടാക്കുമ്പോൾ സൂം ഔട്ടാവും. അത്ര സാധനങ്ങളാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് 2 ബട്ടൺ എക്സ്ട്രാ ബട്ടൺ ഉണ്ട്. നമുക്ക് കസ്റ്റമായിട്ട് എന്തെങ്കിലും ഇപ്പം ഓട്ടോ ഫോക്കസോ അല്ലെങ്കിൽ എക്സ്പ്ലോഷറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനമാണത്. അപ്പം ഇത്രയാണ് ബേസിക്കായിട്ട് ഡ്രോണിൻ്റെ സംഭവങ്ങൾ. അപ്പം ഞാൻ ഈ സീരീസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതുവരെ ഡ്രോണ് പറത്താത്ത, ഇതുവരെ ഫ്ലൈ ചെയ്യാത്ത ഒരാളെ വെച്ചിട്ടാണ് നമ്മൾ ഈ സീരീസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരാളെ നമ്മൾ ഡ്രോണ് പറത്താൻ പഠിപ്പിച്ച് അടിപൊളിയാക്കി എടുക്കും. അത് ഓരോ വീഡിയോ, ഓരോ സീരീസ്, അതായത് ഡ്രോൺ ഒട്ടും അറിയില്ലാത്ത ഒരാളെ നമ്മൾ പഠിപ്പിച്ച് കൊണ്ടുവരും. അത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ വീഡിയോയിൽ ഓരോ ദിവസം ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ അതും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണേ. ഓക്കെ, നമ്മളപ്പോൾ ഈസി മെത്തേഡിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും പഠിച്ചിരിക്കുന്നു.